നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പുറത്ത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നടന്റെ കുറ്റസമ്മതം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഞ്ചാവും മെത്താഫിറ്റമിനും ഉപയോഗിക്കാറുണ്ടെന്നാണ് ഷൈൻ വെളിപ്പെടുത്തിയത്. കൂടാതെ സിനിമാ സെറ്റുകളിൽ ലഹരി എത്തുന്നത് എങ്ങനെയെന്നും നടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക ഏജന്റുമാരാണ് സെറ്റുകളിൽ ലഹരി എത്തിക്കുന്നത്. സിനിമാ സെറ്റുകളിലേക്ക് അന്വേഷണം നടത്താൻ എക്സൈസിനെ ഇത് സഹായകമാണ്. വിദേശ മലയാളിയായ ഒരു യുവതിയെ കാണാനാണ് താൻ ഹോട്ടലിൽ എത്തിയത്. സ്വന്തം കാശ് മുടക്കിയാണ് റൂം എടുത്തത്. യുവതി മറ്റൊരു റൂം. കൂടാതെ ഇവരുമായി സ്ഥിരമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവരെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ എത്തിയതെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. താൻ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതിനുവേണ്ടി കാശ് നൽകുന്നത് ഗൂഗിൾ പേ വഴിയാണ്. ആർക്കൊക്കെയാണ് ഇത് നൽകിയതെന്ന് ഓർമ്മയില്ലെന്നും ഷൈൻ പോലീസിനോട് സമ്മതിച്ചു. താൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഭയന്നിട്ടാണ്. കാരണം തന്റെ പിതാവിന് സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ മർദ്ദിക്കാൻ വരുന്നു എന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത്. തന്റെ പിതാവ് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലവിലിരുന്നു. സിനിമയുടെ ലാഭവിഹിതത്തെ ചൊല്ലിയായിരുന്നു തർക്കം. അതുമായി ബന്ധപ്പെട്ടുള്ളവരാണ് ഹോട്ടലിൽ എത്തിയതെന്നാണ് താൻ കരുതിയത്. ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായ ഒരു മറുപടിയും നൽകിയില്ല. ഇതോടെ സംശയം തോന്നിയാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. താൻ മെത്താഫിറ്റമിനും ഉപയോഗിച്ചിരുന്നു. അത് മൂക്കിലൂടെ വലിച്ചു കയറ്റുകയാണ് പതിവ്. കഞ്ചാവ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. സെറ്റിൽ ആരെങ്കിലും കഞ്ചാവ് തന്നാൽ അവിടെ വെച്ചും വലിക്കും. എന്നാൽ വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഷൈൻ ടോം. തമാശ രൂപത്തിൽ നടിയുമായി പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപമര്യാദയായി ഒന്നും പെരുമാറിയിട്ടില്ലെന്നാണ് ഷൈന്റെ മൊഴി. സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റി ഉള്ളതായി കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് തനിക്കറിയില്ല. അങ്ങനെ ആരെയും ഇതുവരെ കണ്ടിട്ടുമില്ല. ഷൈനുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മലപ്പുറം സ്വദേശിയായ ലഹരി കച്ചവടം ബിസിനസ് ആക്കിയ ആളാണ് എന്നാണ് കണ്ടെത്തിയത്. പോലീസ് റഡാറിലുള്ള സജീറിനെ കണ്ടെത്താനാണ് കഴിഞ്ഞ ബുധനാഴ്ച ഡാൻസർ സംഘം എറണാകുളം നോർത്തിലെ PGS വേദാന്ത ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയത്. ഇയാൾക്ക് സിനിമാ മേഖലയുമായി ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ. ബംഗളൂരു, ഗോവ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സജീർ കൊച്ചിയിലും സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് കൊച്ചിയിലെ ലഹരി കേസിൽ പിടിയിലായവരുടെ മൊഴിയിൽ നിന്നാണ്. ഇയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണമാണ് ബുധനാഴ്ച രാത്രി ഹോട്ടലിൽ എത്തിച്ചത്. രജിസ്റ്റർ പരിശോധനയിലാണ് ഷൈൻ ടോം ചാക്കോയും അവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത്. സജീറിനും ഷൈനുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഷൈനിന്റെ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു തെളിവുകൾ തേടേണ്ടി വരും. സജീറിനും മറ്റും മയക്കുമരുന്ന് കച്ചവടക്കാരുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.